നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ എക്സ്ക്ലൂസീവ്. ലല്ലു എന്ന് വിളിക്കുന്ന ഷോൺ ജെയിംസിനെ കാണാതായിട്ട് ഇന്നേക്ക് 12 ദിവസമായി. അന്വേഷിച്ചിട്ടും കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ മാസം 7-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് തിരുവല്ല ചുമത്ര ബിലീവേഴ്സ് ഹോസ്പിറ്റലിലെ അടുത്തുനിന്നും 15 വയസ്സുള്ള ഷോൺ ജെയിംസ് എന്ന പേരുള്ള കുട്ടിയെ കാണാതായത്. കുട്ടിയെ കാണാതായ അന്ന് തന്നെ തിരുവല്ല പോലീസിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. എന്നാൽ ഇതുവരെയും കുട്ടിയെ സംബന്ധിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. 10ാം ക്ലാസ് റിസൾട്ട് അറിയുന്നതിന്റെ തലേ ദിവസമാണ് ലല്ലുവിനെ കാണാതായത്. റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിനും A+ ആണ് ലല്ലുവിന് ലഭിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ബന്ധുമായി ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചു. അതിന്റെ സംഭാഷണത്തിലേക്ക്. ഹലോ, നമസ്കാരം. ഇത് രമേഷ് എന്നാണ്. ഞാൻ തനിമ ചാനലിൽ നിന്ന് വിളിക്കാനേ. പറഞ്ഞു സാറേ. ഇത് ഒരു കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വാട്സപ്പിൽ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ കഥ പറയുന്നുണ്ട്. എന്താണത്? എന്റെ ചേട്ടന്റെ മോനാണ്. ഇതുവരെ കിട്ടിയില്ലേ കുട്ടിയെ? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ 7-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടിൽ നിന്ന് പോയതാണ് അത്. അപ്പം നമ്മൾ അന്ന് തന്നെ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. പോലീസിന് കംപ്ലൈന്റ് കൊടുത്ത് അവര് അന്ന് വീട്ടിൽ വന്നപ്പോൾ ഒരു ലെറ്റർ കിട്ടിയായിരുന്നു. അവന്റെ റൂമിൽ നിന്ന് കിട്ടി. അത് കഴിഞ്ഞ് അവര് അടുത്ത ദിവസം വന്ന് CCTV എല്ലാം ചെക്ക് ചെയ്തു. അപ്പം ഞങ്ങളുടെ വീടിന് എവിടെ നിന്ന് ബിലീവേഴ്സ് ഹോസ്പിറ്റൽ എവിടെ സ്ഥലം? ട്രിവാൻഡ്രം. ഇത് തിരുവല്ലയാണോ? തിരുവല്ല. അതെ, തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഇല്ലേ? മനസ്സിലായി. അതിന്റെ അടുത്താ വീട്. അപ്പം വീടിന്റെ അടുത്തുനിന്ന് ബസ് കയറി ആള് തിരുവല്ല ടൗണിൽ ചെന്നു. അവിടുന്ന് KSRTC ബസ് കയറി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറി. അപ്പം ഇന്ന് പോലീസ് ചെക്ക് ചെയ്തപ്പം അവൻ ചെന്നൈയിൽ കയറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിപ്പം കഴിഞ്ഞ 7-ാം തീയതി, ഇപ്പൊ 13 ദിവസമായി. കത്തിൽ എന്താണ് എഴുതിയിരുന്നത്? കത്തിലെന്ന് ഞാന് പോവാ, എന്നെ ആരും അന്വേഷിക്കണ്ട. അപ്പം ചേട്ടന്റെ വൈഫ് മരിച്ചു പോയത്. 2 വയസ്സ് തൊട്ട് അവൻ ചേട്ടന്റെ അമ്മയാണ് നോക്കുന്നത്, വല്യമ്മയാണ് നോക്കുന്നത്. ചേട്ടനെ വിടില്ല. ചേട്ടൻ്റെ 2.5 വർഷമായിട്ട് വീടുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല നിൽക്കും. അപ്പം അമ്മ തന്നെ നോക്കുന്നത്. അപ്പം വീട്ടിൽ അമ്മയും ഞാനും ആണുള്ളത്. അപ്പം അമ്മ എന്തോ വഴക്ക് പറഞ്ഞതിന് SSLCയുടെ റിസൾട്ട് വരുന്നതിന്റെ തലേന്നാ പോയത്. റിസൾട്ട് വന്നപ്പോൾ ആൾക്ക് 9 A+ ഉണ്ട്, ഒരു A ഉണ്ട്. കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 7561064478 എന്ന നമ്പറിലോ 9526477363 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്.